ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ പരിപാടിയല്ല, അന്നൊരു മുടിയാളിച്ചിൽ നമ്മൾ ചങ്ക് ബാദ്ഷാൻ്റെ കുട്ടീൻ്റെ മുടിയാളിച്ചിലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെ പരിപാടിക്ക് പിന്നെ നാട്ടിലുള്ള എല്ലാ ടീമും പിന്നെ ഉണ്ട്. പിന്നെ ഇന്ന് നമ്മളെ ഞായറാഴ്ച പിന്നെ സൺഡേ ഓളിഡേ ഓളിടാകുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും പരിപാടി വേണമല്ലോ. നമ്മളെ നോക്കിയാൽ ഇളിച്ചു കൊടുക്കണതാണ് നമ്മൾ ചിപ്പു. അപ്പോൾ പിന്നെ ഓൻ പറഞ്ഞു നമുക്ക് മീൻ പിടിച്ചാൻ പോകില്ല, മീൻ പിടിച്ചാൻ പോകണമെങ്കിൽ പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ സെറ്റാക്കണ്ടേ. അപ്പോൾ ഞായറാഴ്ച ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിപ്പുമാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ മുൻകൈ എടുക്കുന്നത്. അങ്ങനെ പിന്നെ 2 രൂപേൻ്റെ കൊക്കയും 5 രൂപേൻ്റെ ഈറമ്പും സെലക്ട് ചെയ്യാൻ വേണ്ടി സൗദിയിൽ നിന്ന് ഒരു കോള്. പഴയ അണ്ടിങ്കരനാ, ലുക്കില്ലെന്നേ ഉള്ളൂ, എമ്പാടും കഴിവ് നിറഞ്ഞവനാണ്. അങ്ങനെ പിന്നെ ചിപ്പും സംജിത് ഒരേ തെരച്ചിൽ തോനെ മീനിനെ കിട്ടണ കൊക്ക ഏതാന്നുള്ളത് ഒരേ തെരച്ചിൽ. അങ്ങനെ പിന്നെ മീനിലേറെ കൊക്കയും വാങ്ങിക്കാണ്ട് നമ്മൾ പോയി. അങ്ങനെ പിന്നെ വലിയ സ്റ്റിക്കൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് മറ്റാള്. മീൻ വാങ്ങണ്ടാ. ഈ വർത്താനം പോണവനും കാണുന്നവരോടൊക്കെ പറഞ്ഞു കണ്ടാണ് ഓൻ്റെ വരവ്. ഡിക്കുള്ള വണ്ടി തന്നെ വേണമെന്ന് ഒരേ നിർബന്ധം ചിപ്പുവിന്. മീന് ഫുള്ള് ലോഡാക്കാളാണ്. ഇവനെ കൊണ്ടുപോകണില്ല വേറൊരു കാര്യമുണ്ട്, ഇര തീർന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ ഒരേ കോർക്കല്. അങ്ങനെ പിന്നെ നമ്മളെ സ്പോട്ടിലെത്തി. അങ്ങനെ പിന്നെ എവിടുന്ന് തുടങ്ങണം എന്നുള്ള ആലോചനയാണ് നമ്മൾ മേസ്തിരി നിൽക്കുന്നത്. അങ്ങനെ 2 ചെക്കന്മാർ നല്ല സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കി എന്താ സങ്കടം. അത് കേട്ടപ്പോഴാണ് നമുക്ക് അതിലാറ് സങ്കടമായത്. 1 ഇഞ്ച് വലിപ്പമുള്ള പെരല് 2 ഇഞ്ച് വലിപ്പമുള്ള ചൂണ്ടലിന്റെ കൊക്ക പൊട്ടിച്ചു പോയി. ആ സങ്കടത്തിലാണ് പോകാൻ. അങ്ങനെ പിന്നെ നമ്മളെ കൊക്കൊക്കെ കേട്ട തുടങ്ങി. നമ്മൾ ചിപ്പു അവൻ്റെ മടിയും കുറവും കണ്ട പിന്നെ താലി കെട്ടണമായിട്ട്. അങ്ങനെ പിന്നെ മീനാക്ക് ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ അന്നദാതാവ് എത്തിക്കണു. ഒരേ കയപ്പ് അല്ല പത്ത പൈൻ പറയുവാനോട്. അങ്ങനെ പിന്നെ എവിടുന്ന് തുടങ്ങണം, അന്നം കൊടുത്ത് തുടങ്ങണം എന്നുള്ള സെർച്ചിലാണ് നമ്മുടെ ടീം. പിന്നെ 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഫസ്റ്റത്തെ ഒരു മീൻ അടിച്ചിരിക്കുന്നു. അതെ ഗൈസ്, ഒന്നും നോക്കാതെ ഇതാണ് പിന്നെ നമ്മുടെ മീൻ. ഇത് പൊരിച്ചാൾ ചട്ടി നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്തിരിക്കും. അങ്ങനെ പിന്നെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആവേശമാണ്. അങ്ങനെ പിന്നെ നിരന്നിരിക്കുന്നുണ്ട്. പണ്ട് പാടത്ത് വരുമ്പോൾ തൂറായിരിക്കണം വരെ ഓരോരുത്തർ ഇരുത്താം. അങ്ങനെ പിന്നെ 2ാമത്തെ അടിച്ചിരിക്കും നമ്മൾ ചിപ്പൻ. ഞാനും അതിൻ്റെ അടി കൂടെ ഇട്ടോക്കുണ്ട്. നമുക്ക് കൂടെ കിട്ടണോ വലിയൊരു ബാളിനെ കിട്ടിയ പൊലിവ അവൻ്റെ മൂത്ത് എന്താ അല്ലേ. ഓരോന്നിനെ പിടിച്ചിനെക്കാട്ടി നല്ലത് എല്ലാം കൂടി ഒരു കുടക്കില്ല എന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്ത് നമ്മൾ ചെറ്റക്കണി വെച്ചു. അത് വെച്ചതിൻ്റെ കണക്ക് ഒറ്റൊന്നും കിട്ടി. കവർ എടുക്കട്ടെ, കവർ എടുക്കട്ടെ. അങ്ങനെ പിന്നെ കവറിൽ ഒരുപാട് മീനൊക്കെ ആയിട്ടാണ്. ഇത് പിന്നെ നമ്മൾ സാമ്പിളിൽ കാണിച്ചാൽ മാത്രം, ബാക്കി നമ്മൾ ഡിക്കിൽ ഫുള്ളാക്കി ഫില്ലാക്കിയിരിക്കണം. ഇതിന്റെ ക്രെഡിറ്റ് ഫുള്ള് ഇയാൾ കൊടുക്കണം. ഇയാളാണ് ഇതിന്റെ മെയിൻ. എത്രമാതിരി കഷ്ടപ്പെട്ടിട്ടാണല്ലോ എത്രത്തോളം മീനാൻ പൊടിച്ചുണ്ടാക്കിയത്. ഞാൻ പറഞ്ഞ വാക്ക് പോകാൻ പാലിക്കുന്ന ഒരാളാണ്. പറഞ്ഞു പോകുന്നതാണല്ലോ. അങ്ങനെ പിന്നെ അവിടുത്തെ മീനൊക്കെ പൊടിച്ച് തീർത്ത് ഞങ്ങൾ അടുത്ത സ്പോട്ടിൽ അവൻ്റെ ഒരു പൊത്തലുണ്ട് കഴിഞ്ഞാൽ പിന്നെ പീഡന കേസിൽ പ്രതിനെ പിടിച്ചുകൊണ്ടോണം. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലെത്തില്ല. അത് പിന്നെ അടിപൊളി വൈബുള്ള ഒരു സ്ഥലമാണ്. ഇതുപോലെ നമ്മളെ പരിപാടി പിന്നെ തുടങ്ങി സ്റ്റാർട്ടായി. ട്രൗസറും പലയിലൊക്കെ ഇട്ടാണ്ട് വലിയ ആ ഒരു അങ്ങനെ പ്രതീക്ഷകളെല്ലാം തകിടം പറിച്ചുകൊണ്ട് കിട്ടിയടാ കിട്ടി. 3-4 വർഷം കിട്ടി എന്ന് പറഞ്ഞു. പക്ഷെ എന്താണെന്ന് കിട്ടിയെന്ന് കാണില്ല. അൽഹംദുലില്ലാഹ് ഇപ്പോഴാണ് ആ ട്രൗസറും പലയും ഇട്ട് വന്നതിന്റെ പിന്നെ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുത്തെ മീനും എല്ലാം കൂടി തൂത്ത് വാരിക്കാണ്ട് നമ്മൾ നേരെ വണ്ടി ലോഡാക്കി നമ്മൾ നേരെ നാട്ടിലേക്ക്. ഓക്കേ ബൈ.